നമ്മളെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ മത ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം ഈ ഹിന്ദു മതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റു മതങ്ങളിലുള്ളതിനേക്കാൾ കുറച്ചും കൂടി സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള, അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും മറ്റു മതങ്ങളിൽ ഉള്ള അത്ര ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ 10-20 വർഷമായിട്ട് നമ്മൾ ഈ മതാചാരങ്ങളോ ഇല്ലെങ്കിൽ ക്ഷേത്ര ദർശനം അത്രയൊന്നും നമ്മൾ ചെയ്യാറില്ല. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഉള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഷോർട്ട് ഫാമിലിയായിട്ട് അപ്പുറത്തേക്ക് മാറി താമസിച്ചുകൊണ്ടായിരിക്കും കുറച്ചും കൂടി സൗകര്യമായിട്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വതന്ത്ര ചിന്തകരുടെ ഒരു എണ്ണത്തിൽ ഒരു വേഗത ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പൊതുവിൽ ഒരു വിദ്യാഭ്യാസവും കുറച്ച് അറിവും ഈ രാജ്യത്തിന് പുറത്തേക്കുള്ള സഞ്ചാരങ്ങളെ കൊണ്ട് ആയിരിക്കാം ഒരല്പം കുറച്ച് വർഷങ്ങൾ മുൻപത്തേക്കാൾ കുറച്ച് വേഗത വർദ്ധിച്ചിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നാമതായിട്ട് പറയാനുള്ളത് ഹിന്ദുമതം ഇല്ലെന്നുള്ളതാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ഹിന്ദുമതം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഈ ഹിന്ദുമതം എന്നവർ പറയുന്നത്. ഹിന്ദുക്കളെന്ന് വിളിക്കുന്നത് ഒരു പ്രദേശത്ത് നമ്മൾ യൂറോപ്യൻസ് എന്നോ ആഫ്രിക്കൻസ് എന്നോ വിളിക്കുന്ന പോലെ വിളിച്ചിരുന്നതാണ്. അത്രയും നമ്മൾ അറിയണം. അപ്പം എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സംഘടിതമായിട്ടുള്ള മതം, ഓർഗനൈസ്ഡ് റിലിജ്യൻ എന്ന് പറയുന്നത് പോലെ പല വിശ്വാസങ്ങളുമായി കഴിഞ്ഞ ഒരു പ്രദേശത്തെ ജനത മാത്രമാണ് നമ്മൾ ഇന്ന് ഹിന്ദുക്കളെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനമൊക്കെ നടത്തേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തിനകത്ത് ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കത്തില്ല, ഈ ദൈവത്തിനെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ മതത്തിലിരിക്കണം, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അത് മതമല്ലെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പക്ഷേ എങ്ങനെയാണ് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നത്? 1901 ആദ്യത്തെ സെൻസസ് ഉണ്ടാകുന്നത്. ആ സെൻസസ് ഉണ്ടാകുമ്പം ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ബുദ്ധിസ്റ്റ്, ജൈന, പാഴ്സി ഇത്രയും പേര് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും കൂടെ ചേർത്ത് പറഞ്ഞാൽ അവിയൽ എന്നുള്ള നിലവാരത്തിൽ എന്ന് മുഴുവനും കൂടെ ചേർത്തിട്ട് ഹിന്ദു എന്ന് എഴുതി. അങ്ങനെയാണ് ഹിന്ദുക്കളുണ്ടായത്. നമ്മളെ ഹിന്ദു എന്ന് വിളിക്കപ്പെട്ടത് നമ്മൾ പേർഷ്യൻ എന്ന് വിളിക്കുന്നവർ, പേർഷ്യക്കാർ നമ്മളെ വിളിച്ചിരുന്നതാണ് ഇന്ത്യ ഈ ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന് അവർ പറയുപോലുള്ളൂ. അപ്പോൾ ആ ഹിന്ദു നദീതടത്തിൻ്റെ ഭാഗത്തുള്ള മേഖലയിലുള്ള അതിനിപ്പുറത്ത് താമസിക്കുന്നവരെന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇയാളെ രാവിലെ എണീറ്റ് അത് ചെയ്യണോ ഇത് ചെയ്യണമെന്ന് അതിനകത്ത് പറയാത്ത. കാരണം അങ്ങനെ ആരും പറയാനില്ലായിരുന്നു. അതേ സമയത്ത് ഇയാൾ ബ്രാഹ്മണ ഹിന്ദുക്കളാണെന്നാണല്ലോ പറയുന്നത്. അതിനകത്ത് പോയിട്ട് ഈ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ നോക്കും. രാവിലെ എണ്ണീറ്റിട്ട് പല പണിയും ചെയ്യണം, ഉപനയനം ചെയ്യിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാമോദിസ മുക്കുന്ന പോലെ പൂണിലിടിക്കും. അപ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഏതാണ്. അതിനെയാണ് വൈദിക മതം എന്ന് പറയുന്നത്. വൈദിക മതമുണ്ട്. വിശ്വാസങ്ങൾ എന്നുള്ള നിലവാരത്തിൽ വൈഷ്ണവ മതമുണ്ട്, ശൈവ മതമുണ്ട്, ശാക്തേയ മതമുണ്ട്. അതൊക്കെ അതൊന്നും ഘടനാപരമായിട്ട് ആരെങ്കിലും ഓർഗനൈസ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓർഗനൈസ്ഡ് റിലിജനും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെയും കൂട്ടിക്കുഴച്ച് മതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഹിന്ദുക്കളുടെ ഇടയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. റോഡേ നടക്കാൻ പറ്റത്തില്ലായിരുന്നു, വേറെ അപ്പുറത്ത് പോയി വെള്ളം കുടിക്കാൻ പറ്റാത്ത മതമായിരുന്നു. അതൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അത് അല്ല, പൂർണ്ണ സ്വാതന്ത്ര്യത്തിനെ പറ്റിയേ അല്ല, അത് മതവേ അല്ല. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് മതമായിട്ടില്ലാത്തതുകൊണ്ടാണ്. മതമായ രാവിലെ എണ്ണീറ്റ് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കും. അതിന് പ്രവാചകനുണ്ടാകും, അതിന് ഗ്രന്ഥമുണ്ടാകും. അതൊക്കെ രാവിലെ വായിക്കേണ്ട ബാധ്യത വരും. അതിനനുസരിച്ചിട്ട് അവർക്കൊരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാകും, എങ്ങനെ പെരുമാറണമെന്നുള്ളത് പഠിപ്പിക്കും. ഇത് ബ്രാഹ്മണർക്കുണ്ട്, അത് മതമാണ്. അത് വളരെ കൃത്യമായിട്ട് അത്. അപ്പോൾ കുട്ടികൾ രാവിലെ എണീറ്റിട്ട് 4 മണിക്ക് എണ്ണിക്കൊക്കെ വേണം അവർക്ക്. അത് എന്നിട്ട് ശ്ലോകമൊക്കെ കാണാൻ പഠിക്കണം, ചൊല്ലണം, അതിനനുസരിച്ചിട്ട് ജീവിക്കണം. ഇതൊന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ ജനിച്ചു എന്നുള്ളത് അത് മതപരമായ ഒരു വീടല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
ഗോത്രങ്ങൾക്ക് ഇഷ്ടംപോലെ വിശ്വാസങ്ങളുണ്ട്. ആ ഗോത്രങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ ഗോത്രത്തിനും ദൈവം ഉണ്ടാവും. അതിനാണ് കുലദൈവം എന്ന് പറയുന്നത്. ഈ കുലദൈവങ്ങളെല്ലാമാണ് നമ്മൾ അപ്പോൾ ആൻസിസ്റ്ററൽ വർഷിപ്പ് എന്ന് പറയുന്ന നേരത്തെ മരിച്ചവരായിരിക്കുന്ന നമ്മുടെ തന്നെ മുൻ തലമുറയിലുള്ള ആളുകളെ ആരാധിക്കുന്നവരായിരുന്നു ഗോത്രങ്ങളെല്ലാം. ഇതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ജനത പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുമായി കഴിയും. ആ ആളുകളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് പറയേണ്ടത്. ഇതിപ്പോൾ എങ്ങനെയാണ് എന്ന് ഞാൻ, അല്ലാതെ ഹിന്ദു മതം ഉണ്ട് അവനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ല. ഹിന്ദു മതം ഉണ്ടാക്കുന്നതുണ്ട് ഇപ്പോഴാണ്. ഇപ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്ന സാധനം അവരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചേരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമായിട്ട് വരത്തില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യാൻ കുറുപടിയൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വരും. അതെല്ലാം ചെയ്യാൻ ബാധ്യത വരും. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് പോകേണ്ടി വരും. കണിശമായിട്ട് ഇടേണ്ടി വരും. ഈ പാർട്ടിക്കകത്ത് ലിവി കൊടുക്കുന്ന പോലെ തന്നെ കാശ് കൊടുക്കാൻ ബാധ്യത വരും. അടുത്ത അമ്പലത്തിനകത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ അതിനകത്ത് നടപടി ഉണ്ടാകും. വേറെ ഏതെങ്കിലും ജാതി എന്ന് നമ്മൾ പറയുന്ന വിഭാഗത്തിൽ നായന്മാരുടെയോ ഈഴവരുടെയോ കുറവരുടെയോ അല്ലെങ്കിൽ പുലിയരുടെയോ ഇടയിൽ ആരെങ്കിലും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് പറയുന്നത് അത് ബ്രാഹ്മണരുടെ ഇടയിലുള്ള അതുകൊണ്ടാണ് മതം ഉണ്ടാകുന്നത്. എക്സ്കമ്മ്യൂണിക്കേഷൻ ക്രിസ്ത്യാനികൾ ചെയ്യും, മുസ്ലിംസ് ചെയ്യും, പുറത്താക്കപ്പെട്ടു. ഇതൊക്കെ മതമായാലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഇല്ലാതിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ എല്ലാം കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെന്ന് വിളിച്ചതുകൊണ്ട് ഉണ്ടായിപ്പോയ ഹിന്ദുവാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് രാവിലെ ആരും പറഞ്ഞിട്ടില്ല എപ്പോൾ എണീക്കണമെന്ന്, എങ്ങനെ കുളിക്കണമെന്ന്, എങ്ങോട്ട് നോക്കണമെന്ന്, ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന്, നടക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയത്തില്ല. ആകെപ്പാടെ പറയുന്നത് എടാ കാലൊക്കെ ഒന്ന് പരിക്കാത്തോട്ട് കയറണമെന്ന് പറയുന്നതൊക്കെ പറയുന്നുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ ആരെങ്കിലും ഒരു ദൈവവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളും പോയിട്ട് ഒന്ന് തൊഴുന്നുണ്ടാവും. ഒരു 15 വയസ്സ് കഴിയുമ്പോഴത്തേനും ആരും കയ്യെ പിടിച്ച് നടക്കാത്ത കാരണം കൊണ്ട് പിന്നെ നമ്മൾ അതിനങ്ങ് ആ വഴിക്ക് പോകുന്നുണ്ടാകത്തില്ല. പിന്നെ നമ്മളെപ്പോഴാണ് പോകുന്നത്? പുരുഷന്മാരാണെങ്കിൽ പെണ്ണുങ്ങൾ അവിടെ പോകുന്നത് കണ്ടാൽ അവിടെ പോകാൻ തീരുമാനിക്കും. ആണുങ്ങളെ കാണാനായിട്ട് ആണുങ്ങളും പോകുന്നതാണ് അമ്പലവും പള്ളിയൊക്കെ. അതിനാണ് അത് ചെയ്യുന്നത്. പിന്നെ ഈ കല്യാണം കഴിക്കുന്ന ചാകുമ്പോഴൊക്കെ ഓരോന്ന് ചെയ്യാനൊക്കെ ഇവരൊക്കെ വേണമെന്നൊക്കെ പറയുന്ന കാരണം ഇങ്ങനെ അതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് കല്യാണം കഴിക്കുന്നതിനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ആരെങ്കിലുമൊക്കെ നാട്ടുകാർ മുഴുവനും ഇടപെടുന്ന ഈ കല്യാണത്തിന് അങ്ങനെ നടന്നാൽ പറ്റത്തില്ല. ഇങ്ങനെ അപ്പോൾ അവൻ വേറൊരുടെ അടുത്ത് കണ്ട് ഇങ്ങനെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അല്ല കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇന്നതുപോലെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല, എപ്പോൾ കുളിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് നമ്മൾ റിലീജിയൻ ആയിട്ടില്ലാത്തതുകൊണ്ടാണ്, മതമായിട്ടില്ലാത്തവരായതുകൊണ്ടാണ്. നമ്മൾ ഗോത്രത്തിലെ വിശ്വാസങ്ങളുമായി കഴിയുന്നുണ്ട്. ഈ വിശ്വാസങ്ങളൊന്നും മതം ഉണ്ടാക്കുന്നതല്ല. വിശ്വാസം മനുഷ്യർക്ക് നേരത്തെ ഉള്ളതാണ്. ഒരു 19,000 അത് എന്നാണ് വിശ്വാസം ഉണ്ടായെന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ ആന്ത്രോപോളജി പഠിച്ചാൽ നമുക്കിങ്ങനെ കാണാം. മനുഷ്യർക്ക് ഒരു ആന്തരിക ലോകത്തിനെ പറ്റിയുള്ള സങ്കല്പമൊക്കെ ഉണ്ടാകുന്നത് എന്നാണെന്നൊക്കെ നമുക്ക് കാണാം. നമുക്കറിയുന്ന മതമെല്ലാം ഒരു 5000 വർഷത്തിനകത്തേ ഉള്ളൂ. ഒരു 50,000 വർഷം മുമ്പുണ്ടായ ബിസിനസ്സാണ് ഈ വിശ്വാസം. നമ്മുടെ ഈ ഒരു എന്താണല്ലോ കുടുംബം ജനാധിപത്യം ഇന്നത്തെ ചർച്ചയുടെ വിഷയം എങ്ങനെയാണ് സാർ അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ ഈ മനുഷ്യരെങ്ങനെയാണ് കുടുംബം കണ്ടുപിടിച്ചതെന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. നമ്മൾ അതാ പറഞ്ഞില്ലേ, ആ സമൂഹം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കാതാണ് അത് ആ സമൂഹം പറയുന്നത്. നിങ്ങളെ ഉപയോഗിക്കാൻ എന്താണ് യേശുക്രിസ്തു ആടിനെ എടുത്തുകൊണ്ട് നിൽക്കും. ആടിന് വേണ്ടിയാണോ ആടിനെ എടുക്കുന്നത്? കോഴിയെ നമ്മൾ വളർത്തുന്നത് കോഴിക്ക് വേണ്ടിയാണ്. അതുപോലെ മനസ്സിലാക്കിയാണ്. അപ്പോൾ ആടിനെയൊക്കെ എടുത്ത് ഓമനിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആട് തെറ്റിദ്ധരിച്ചു പോകുന്ന പോലെയാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ എന്താണ് കെട്ടുറപ്പ്. കോഴി രാത്രി കൂട്ടി കയറിയില്ലെങ്കിൽ ഭയങ്കര വേളമല്ലേ. അപ്പം കോഴിക്ക് നോക്കുമ്പം നമ്മൾ രക്ഷിക്കുകയാണ്. ആരിൽ നിന്നാ? കുറുക്കൻ ഇന്ന് രക്ഷിക്കുന്നതെന്നാണ്. അയ്യോ, അതുപോലെയാണ് നമ്മുടെ ഈ കെട്ടുറപ്പ്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി എന്നുള്ളതല്ല, ആർക്കോ ഉപയോഗിക്കാൻ വേണ്ടി. അതാണ്
അപ്പം നമ്മൾ ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്നതിനെയാണ് നേരത്തെ ജാതി സംഘടനകളെല്ലാം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ആൾ എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയും. ഇപ്പോൾ ബലമുള്ള വിഭാഗം ബലമില്ലാത്ത വിഭാഗങ്ങളെ ഉപയോഗിക്കുന്നതാണ് പഴയ സമൂഹം. അത് 2000 വർഷമായിട്ട് നമുക്ക് വടക്കേ ഇന്ത്യയിൽ മുഴുവനും ഇപ്പോഴും നമുക്ക് നോക്കിയാൽ ഖാപ്പ് പഞ്ചായത്തുണ്ട്. പഞ്ചായത്ത് എന്നുള്ള വാക്ക് തന്നെ അപകടം പിടിച്ചതാണ് ശരിക്കും പറഞ്ഞ ഈ കാരണം കൊണ്ട്. ഇത് പണ്ടേ പറയുന്ന ഒരു സാധനമാണ്. അത് ജാതി ഘടനയാണ്. അവിടെ ഗ്രാമമുഖ്യൻ ആരായിരിക്കണം, ഏത് വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതിന് ഒരു സംശയം ആർക്കും ഇല്ല. അങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അത് കെട്ടുറപ്പോടെയാണ് ഇരിക്കുന്നത്. അടിമകളെല്ലാം അടിമയായിട്ടിരിക്കുന്നത് കെട്ടുറപ്പാണ്. ഭാര്യ അങ്ങ് അകത്ത് കയറിപ്പോന്ന് പറയുന്ന ഭർത്താവല്ലേ, കെട്ടുറപ്പായിട്ടിരിക്കത്തില്ലേ? എന്താ പ്രശ്നം? നീ അങ്ങ് അകത്ത് കയറിപ്പോ, ഇങ്ങനെ വന്നിരുന്നു വിടാന്ന് പറയത്തില്ലേ? ഇതൊക്കെ ആണുങ്ങളിരുന്ന് ഉണ്ടേണ്ട സ്ഥലമല്ലേ? അപ്പോൾ അതുപോലുള്ള കെട്ടുറപ്പുകളുടേതായ സാധനങ്ങളുണ്ട്. കെട്ടുറപ്പാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അത് ആർക്ക് പ്രയോജനം എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ചിട്ടയായിട്ട് പട്ടാളം നിൽക്കത്തില്ലേ? പട്ടാളത്തിലെ ജനറൽമാർ സാധാരണഗതി ചാകാറുണ്ടോ? അവിടെ നിങ്ങനെ വല്ല മിസൈൽ അയച്ചാൽ വരും. ബാക്കി മുഴുവൻ ചാകുന്നത് സാധാരണക്കാരെ ചാവുള്ളൂ. അപ്പോൾ നല്ല കെട്ടുറപ്പുള്ള സ്ഥലമാണ് പട്ടാളം. അതെ, അവിടെ അതൊക്കെ പിന്നീട് ബ്രാഹ്മണരാകാൻ ശ്രമിച്ചവർ ചെയ്യുന്നതാണ്. അറിയാതെ പറയുകയല്ല. അത് ആദിവാസി വിഭാഗത്തിലെ ബ്രാഹ്മണരാണത് ചെയ്യുന്നത്. നിങ്ങൾ ആദിവാസികളെല്ലാം വേറെയാണെന്ന് തിരിതിരിക്കൊന്നും വേണ്ട, ഗോത്രക്കാരാണല്ല. അപ്പം അതിനകത്ത് ഉയർന്ന ജാതിക്കാരാണെന്ന് വിചാരിക്കുന്നവരുടെ ഇടയിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ അത് ബ്രാഹ്മണരാണ്. അതാണ് ബ്രാഹ്മണത്വം. പടിയടിച്ച് പിണ്ടം വയ്ക്കുക. പണ്ട് ജാതിക്ക് പുറത്താക്കും, പക്ഷേ അതിന് ബലമുള്ള ജാതിയായിട്ട് മാറിയെങ്കിലേ പറ്റുള്ളൂ. ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരിടത്തു നിന്ന് ഒരു ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. പണ്ടേ മനുഷ്യർ ചെയ്യുന്നതാണ് ഗോത്രത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത്. അതൊക്കെ പിന്നെ ആചാരപരമായി മാറ്റിയതിനെയാണ് നമ്മൾ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരും കൂടെ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ പുറത്താക്കപ്പെട്ട ബ്രാഹ്മണ സ്ത്രീകൾ കയറിയതാണ് ബാക്കിയുള്ളവരുടെ എല്ലാം വീട്, അല്ലേ? നായന്മാരുടെ വീട്ടിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ കയറി, ഈഴവരുടെ വീട്ടിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ കയറി. എല്ലാവരും ബ്രാഹ്മണരാകാൻ കാത്തിരിക്കുന്നവർ തന്നെ ഇവിടെ ഉള്ളു. അതൊന്നും എനിക്കൊരു സംശയമില്ല. പാരമ്പര്യമൊക്കെ പറയും ഞങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഈ ബ്രാഹ്മണരാണ് മോഡൽ. അവിടുന്ന് പുറത്താക്കപ്പെട്ടവരെയല്ല ആരാണോ വീട്ടിൽ കയറ്റിയത് അവരെല്ലാവരും കുറച്ചുകൂടെ മെച്ചപ്പെട്ട നായരോ ഈഴവനോ കുറവനോ പൊലയനോ ഒക്കെ ആകും. അങ്ങനെയാണത് അതിൻ്റെ മൂല്യബോധം നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആദിവാസികളുടെ ഇടയിൽ ബ്രാഹ്മണരില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. അങ്ങനെ ആദിവാസികളല്ല, അവർ ഗോത്രക്കാരാണ്. ഓരോ ഗോത്രങ്ങളാണ്. അല്ല ആദ്യമായിട്ട് അവിടെ ലോകത്തുണ്ടായവരല്ല അവർ. നമ്മളെല്ലാവരും അവരെ പോലെ തന്നെ ഉണ്ടായവരാണ്. വേറെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ ആക്കിയത്. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പണ്ട് അവരെ കാട്ടാളരുന്നായിരുന്നു എല്ലാവരും. അല്ല, പണ്ട് കാട്ടാളരുന്ന് വിളിച്ചിരുന്ന, കാട്ടി കഴിയുന്നവരെ കാട്ടാളരുന്നാണ് വിളിച്ചിരുന്നത്. അത് അങ്ങനെ വിളിച്ചിരുന്നവർ നമ്മൾ പിന്നെ അത് അങ്ങനെയല്ല വിളിക്കേണ്ടതെന്ന് വനവാസികളെന്നാണ് ഈ ഉമ്മാർ വിളിക്കുന്നത്, RSSകാർ. വനവാസികളെന്ന് പറയും. അപ്പോൾ നല്ല ഒന്നുമില്ല. പല ഗോത്രത്തിനകത്ത് കഴിയുന്ന ആളുകളെ ബലമുള്ളൊരു ഗോത്രം പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കിയവരാണ് ഇപ്പം ഇരിക്കുന്ന ഈ ആളുകൾ. അടിമകളാണ്. അതിനകത്തുനിന്ന് അല്പം ഒന്ന് മോചിച്ചൊക്കെ ആയവരാണ് ഇപ്പം അങ്ങോട്ട് വന്ന് ഒന്നിച്ചൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറയാൻ പറ്റുന്നവരായി നമ്മൾ മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അടിമകളായിരുന്നവർ മോചിക്കാനായിട്ട് വേണ്ടി ചെയ്ത കുറേ പ്രവൃത്തികളുണ്ട്. അതിൻ്റെ ഫലവും കൂടെ ചേർന്നാണ് ഇപ്പം നമ്മളെല്ലാവരും. അത് ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണ് ഓരോ വിഭാഗത്തിനകത്ത് ഓരോ പ്രദേശത്തിനകത്ത് ഒക്കെ ഈ മാറ്റങ്ങളുണ്ടായത്. അതിൽ മനുഷ്യചരിത്രത്തിനെ പറ്റി നമ്മൾ കുറച്ച് പഠിച്ചാൽ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അത് ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ സ്വാഭാവികമായി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ നാരായണ ഗുരു അതിൽ തടുപ്പതിനെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരാളുടെ സംഗീതമായി മാറുമെന്ന് കാർമാസ് പറയുമ്പോഴോ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ അല്ല ഗോത്രം.
ഒരു ഗോത്രം വേറൊരു ഗോത്രവുമായി പിരിഞ്ഞാണ് പിരിയുക എന്ന് പറയുന്നത് വെറും നമ്പർ കൊണ്ട് പിരിഞ്ഞവരാണ്. ഒരു പ്രദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്പർ കൂടും, അവിടെ ഭക്ഷണമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ. അപ്പോൾ ഒരു 30 തൊട്ട് 50 പേരൊക്കെ എത്തിക്കഴിയുമ്പോൾ തൊട്ട് ചുറ്റുപാടും ഭക്ഷണം കിട്ടത്തില്ല. മനുഷ്യർ ഒരു 3 ലക്ഷം വർഷമായിട്ട് ഗോത്രങ്ങളായിട്ട് ഭക്ഷണം തേടി ജീവിച്ചിരുന്ന ജീവിയാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഭക്ഷണം തേടി ജീവിച്ച് ബാക്കി എല്ലാ ജീവികളെ പോലെ ഭക്ഷണം തേടി ജീവിച്ചിരുന്നവരാണ്. ആ ഭക്ഷണം തേടി ജീവിച്ചിരുന്നവർ ഒരു 10,000 വർഷം മുമ്പാണ്. അത് നമ്മൾ എവിടെയാണെന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ എന്ന് നമ്മൾ പറയുന്ന മധ്യധരണ്യാഴി മേഖലയിലാണ് കൃഷി ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ അത് അടിസ്ഥാനപരമായ ജീവിതം മാറ്റി കളഞ്ഞു. കൃഷി കണ്ടുപിടിക്കാത്തവരെയാണ് നമ്മൾ ആദിവാസികളെന്ന് ഇപ്പോൾ വിളിക്കുന്നത്.